ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. അപ്പോൾ മക്കളെ, ഫാർമസിയുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട വാർത്തകളും അതുപോലെ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷനും ഒക്കെ അപ്ഡേറ്റുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. വേറെ ഏതെങ്കിലും ഒരു ചാനൽ ഇത്ര കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇപ്പോൾ പുതുതായിട്ട് വന്ന നോട്ടിഫിക്കേഷനിൽ നമുക്കറിയാം ഓഗസ്റ്റ് 22 അതായത് നാളെ വരെയാണ് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നത്. ഫാർമസിയുടെ കേസാണ്. അതിനുശേഷം 25-നാണ് നമ്മൾ തോന്നുന്നു, അതെ 25-നാണ്, 24-ന് താൽക്കാലിക ലിസ്റ്റും 25-ന് ഫൈനൽ ഫസ്റ്റ് അലോട്ട്മെന്റ് ലിസ്റ്റും വരുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഓഗസ്റ്റ് 30-നകത്ത് ഈ അലോട്ട്മെന്റ് വഴി കിട്ടുന്ന എല്ലാവരും തന്നെ കോളേജുകളിൽ പ്രവേശനം നേടേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തപ്പോൾ വലിയ ഡോക്യുമെന്റ്സിന്റെ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ വലിയ ഡോക്യുമെന്റ്സിന്റെ ഒന്നും ആവശ്യം വന്നിട്ടുണ്ടാകില്ല. നിങ്ങൾക്ക് ഈ കാൻഡിഡേറ്റ് പോർട്ടലിൽ പോയി ഡയറക്റ്റ് സ്റ്റെപ്പ് വഴിയായിരിക്കും ചെയ്ത്. ചിലർക്കൊക്കെ അതിലും ചില ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്, പേയ്മെന്റ് പോകുന്നില്ല എന്നൊക്കെ പറയുകയുണ്ടായി. അപ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു ലൈവിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ കോളേജുകളിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. സാധാരണ നിങ്ങൾ എഞ്ചിനീയറിംഗ് ലെവലിലൂടെ കടന്നുപോയ ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ ഏകദേശം ഒരു ധാരണ ഉണ്ടാകും. ഈ പറഞ്ഞ പോലെ തന്നെ CBSE ആണെങ്കിലും ICC ആണെങ്കിലും അതുപോലെ നമ്മുടെ ഗവൺമെന്റ് ബോർഡ് ആണെങ്കിലും അതിന്റെ +2 സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. നിങ്ങളുടെ റിസർവേഷൻ ഡയറക്റ്റ് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാവണം. നിങ്ങളുടെ കീം ഡേറ്റ ഷീറ്റ്, ഫാർമസി ആണെങ്കിൽ അതിന്റെ ഡേറ്റ ഷീറ്റ് ഉണ്ടാവണം. ഇത് നിങ്ങൾ ഈ ഫീസ് അടച്ചതിന്റെ റെസിപ്റ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രൂഫ് ഉണ്ടാവണം. ഈ അലോട്ട്മെന്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന അലോട്ട്മെന്റ് മെമ്മോ ഉണ്ടാകണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, മറ്റേ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, അതുകൂടാതെ ഇനി നമ്മുടെ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ്, അത് റിസർവേഷനിൽ തന്നെ വരുന്നതാണ്. ഇഫ് ആപ്ലിക്കബിൾ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നുണ്ട്. TC വേണം. അതുപോലെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് വേണം. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. അത് ഞാൻ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് ഓൾറെഡി പറഞ്ഞു. ഇത്തരത്തിൽ കീമിന്റെ തന്നെ പ്രോസ്പെക്ടസിൽ സൂചിപ്പിച്ചിട്ടുള്ളതുള്ള 10ഓളം ഡോക്യുമെന്റ്സ് ഉണ്ട്. അതുപോലെ ആധാർ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന, അതിനെന്തായാലും SSLC മതിയാകും. ഈ രീതിയിൽ എല്ലാവിധ രേഖകളും, നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇൻ കേസ് നിങ്ങൾ കീം ആപ്ലിക്കേഷൻ സമയത്ത് ഇതെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കോപ്പികളും ഉൾപ്പെടെ, നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉൾപ്പെടെ നിങ്ങൾ ഇപ്പോൾ തന്നെ കരുതി വെക്കുക. കാരണം കോളേജുകളിൽ പോയി അഡ്മിഷൻ എടുക്കുമ്പോൾ ഈ ഡോക്യുമെന്റ്സ് എല്ലാം ഫിസിക്കലി തന്നെ ഹാജരാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇതിന്റെ മറ്റ് അപ്ഡേറ്റുകളുമായിട്ട് ഞങ്ങൾ വരും. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. തൽക്കാലം നിർന്നു. ടാറ്റ.